ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സ്റ്റാലിനും ലെനിനും ഇവിടെ പ്രയോഗവൽക്കരിച്ച കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ലക്ഷ്യമാക്കാൻ പറ്റുമോ? അവർക്കത് പറയാം, ഒരു മുസ്ലിമിന് അത് പറയാൻ പറ്റൂല എന്നാണോ? ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്ര വ്യവസ്ഥ ഇസ്ലാമിനുണ്ടോ ഇല്ലേ? ഇസ്ലാമിക ശരീഅത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രം ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചിട്ടുണ്ട്. ഖുലഫാഉർ റാഷിദുകളും ഇവിടെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല, അങ്ങനെ ഒരു വാദത്തിന് ഒരു തെളിവും ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്തില്ല എന്ന് നമ്മൾ പറയുണ്ടായി. അല്ലാതെ അമീർ ഇന്ന് തള്ളിയ ഒരു സംഗതി അല്ല അത്. അങ്ങനെ ഒരു ലക്ഷ്യം ജമാഅത്ത് ഇസ്ലാമിക്കില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിനെതിരെ ഇത്ര രൂക്ഷമായ വിമർശനങ്ങൾ മറ്റ് മതസംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ജമാഅത്ത് മാത്രം ഇങ്ങനെ ശരവ്യയമാകുന്നത്? എന്താണ് അതിൻ്റെ കാരണം? അത് മറ്റൊന്നുമല്ല, ഇസ്ലാമിനെ അതിൻ്റെ സമ്പൂർണമായ രൂപത്തിൽ വിശദീകരിക്കുന്നു, അവതരിപ്പിക്കുന്നു, പ്രബോധനം ചെയ്യുന്നു എന്നതാണ്. ഇസ്ലാമിനെ പള്ളിയിലെ ആരാധനാകർമ്മങ്ങളിലും പൂജാ വഴിപാടുകളിലും മാത്രം ഒതുങ്ങിയ ഒരു കേവലം മതമായിട്ട്, പള്ളിയുടെ 4 ചുമരിൻ്റെ ഉള്ളിലുള്ള ഒരു മതമായിട്ട് ഇസ്ലാമിനെ അവതരിപ്പിക്കുകയും അതുമായിട്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യുകയാണെങ്കിൽ ജമാഅത്തിന് വിമർശനം ഉണ്ടാവില്ല. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി ഇടപെടുന്നു. സാമൂഹ്യ രാഷ്ട്രീയ എല്ലാ വിഷയത്തിലും ജമാഅത്ത് ഇസ്ലാമി ഇടപെടുന്നു. അതിനൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൻ്റേതായ ഇടങ്ങളുണ്ട്, പ്രവർത്തന മണ്ഡലമുണ്ട്, പ്രവർത്തന മേഖലയുണ്ട്, അതിലൊക്കെ ഇടവുമുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. ഇവർ വിമർശിക്കാറുണ്ടല്ലോ, വളരെ കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് ചെറിയ സംഘടന ഇതിലൊക്കെ ഇടപെടുന്നുണ്ട്. ആ ഇടപെടുന്നതൊക്കെ അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഇടപെടുന്നതൊക്കെയും. ജമാഅത്തെ ഇസ്ലാമിയെ പാട്ടിലാക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. അവരെ ചൊൽപ്പടിക്ക് നീങ്ങാനോ അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കാനോ അതിനൊന്നും ജമാഅത്തെ ഇസ്ലാമിയെ കിട്ടുകയുമില്ല. ഇസ്ലാമിൻ്റെ അടിത്തറകളിൽ നിന്നുകൊണ്ടുള്ള വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമിയെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അവരുടെ ഉദ്ദേശം എന്താ? ജമാഅത്തെ ഇസ്ലാമിയെ നേർക്കുനേരെ വിമർശിക്കാൻ കഴിയില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്ത ആരോപണങ്ങൾ ജമാഅത്തിൻ്റെ മേൽ വെച്ച് കെട്ടി എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുക എന്നുള്ള മതരാഷ്ട്രവാദം തന്നെ നിങ്ങൾ നോക്കൂ. അത് വലിയ രസം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളിൽ ചിലരും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്നും പറഞ്ഞിട്ട് വിമർശിക്കാറുണ്ട്. അവരിതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വിമർശിക്കുമോ? പണ്ടൊരു ഉമ്മ തൻ്റെ സ്വന്തം മകനെ ഇങ്ങോട്ട് വാട ഹറാം പറഞ്ഞവനെ വിളിച്ചു. ദേഷ്യം പിടിച്ചപ്പോൾ ഉമ്മ മകനെ നീ ഇവിടെ വാട ഹറാം പറഞ്ഞവനെ എന്ന് വിളിച്ചു. അപ്പോൾ ബുദ്ധിമാനായ മകൻ പറഞ്ഞു അത് ഉമ്മാക്ക് എന്നെ അറിയുള്ളൂ. പിന്നെ ഉമ്മ അത് വിളിച്ചിട്ടില്ല എന്നാ. സ്വന്തം മകനെ ഹറാമായി പറഞ്ഞവനെ എന്ന് ഉമ്മ വിളിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ഉമ്മ ചിന്തിച്ചിരുന്നുവെങ്കിൽ വിളിക്കില്ലല്ലോ. എന്നതുപോലെ മതരാഷ്ട്രവാദികളാണ് ഇവർ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളിൽപ്പെട്ട ചിലർ രംഗത്ത് വരികയാണ്. ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല ഇല്ല 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 എന്ന് അന്നും ഇന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വാദത്തിന് ഒരു തെളിവും ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്തില്ല എന്ന് നമ്മൾ പറയുകയുണ്ടായി. അല്ലാതെ അമീർ ഇന്ന് തള്ളിയ ഒരു സംഗതി അല്ല അത്. അങ്ങനെ ഒരു ലക്ഷ്യം ജമാഅത്ത് ഇസ്ലാമിക്കില്ല. ഇനിയോ ഞാൻ ചോദിക്കട്ടെ, ജമാഅത്ത് ഇസ്ലാമിക്ക് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്ന് പറയുന്നത് സത്യസന്ധമല്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. ഒരാൾക്ക് അങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്ന് പറഞ്ഞ് തീർക്കുന്നുണ്ടല്ലോ. ജമാഅത്ത് ഇസ്ലാമി ഏത് മതമാണ് അങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ, അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല, ജമാഅത്ത് ഇസ്ലാമിക്ക് ലക്ഷ്യമില്ല. ഒരു മുസ്ലിം പറഞ്ഞെന്ന് വിചാരിക്കട്ടെ, ഞാനൊരു മതരാഷ്ട്രവാദിയാണ് എന്നൊരു മുസ്ലിം പറഞ്ഞാൽ ആ മുസ്ലിമിൻ്റെ മതമായിരിക്കും ഇസ്ലാമായിരിക്കും. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്ര വ്യവസ്ഥ ഇസ്ലാമിനുണ്ടോ ഇല്ലേ? ഇസ്ലാമിന് വ്യക്തമായ ഒരു രാഷ്ട്രവ്യവസ്ഥ, ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങൾ, ഇസ്ലാമിക ശരീഅത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രം ചരിത്രത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും മാതൃകയായി മാറിയിട്ടുള്ള ഒരു ഇസ്ലാമിക ഖിലാഫത്തുർ റാഷിദ, ഖുലഫാഉർ റാഷിദുകളും ഇവിടെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു മുസ്ലിം മതരാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുരോഹിതന്മാർ ഭരിക്കുന്നതല്ല, പൗരോഹിത്യത്തിൻ്റെ മേധാവിത്വമുള്ള ഒരു ഭരണ രാഷ്ട്രീയ വ്യവസ്ഥയല്ല. ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സ്റ്റാലിനും ലെനിനും ഒക്കെ
ഇവിടെ പ്രയോഗവൽക്കരിച്ച കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ലക്ഷ്യമാക്കാൻ പറ്റുമോ? അവരെ ഭരണഘടനയിലുണ്ടല്ലോ. തൊഴിലാളി വർഗ സമഗ്രാധിപത്യ രാഷ്ട്രം രൂപീകരിക്കുക, സാമൂഹ്യ ക്രമം രൂപീകരിക്കുക, അവരെ ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യം അത്. ഇന്നും മാറ്റാതെ അവരുണ്ട്. ജനാധിപത്യ രാഷ്ട്രം രൂപീകരിക്കുക എന്നല്ല. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ലെനിനും സ്റ്റാലിനും മാർക്സും എംഗൽസും ഒക്കെ ഇവിടെ സമർപ്പിച്ച അങ്ങനെയുള്ള ഒരു രാഷ്ട്രം ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ഇന്ത്യ രാജ്യത്ത് പറയാൻ പറ്റുമോ? അവർക്കത് പറയാം, ഒരു മുസ്ലിമിന് അത് പറയാൻ പറ്റൂല എന്നാണോ? അല്ല, അങ്ങനെ ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും നല്ലത് ലോകത്ത് മാതൃകയായ ചരിത്രത്തിൽ തെളിയിച്ച ഒരു ഇസ്ലാമിക രാഷ്ട്രീയവും രാഷ്ട്രീയ വ്യവസ്ഥയുമാണ് എന്നൊരു മുസ്ലിം പറഞ്ഞാൽ ഇസ്ലാം വിമർശകർക്ക് അതിനോട് സ്വാഭാവികമായും എതിർപ്പുണ്ടാവും, വിയോജിപ്പുണ്ടാവും. മുസ്ലിങ്ങൾ എങ്ങനെ അതിനെ എതിർക്കുക എന്ന് വെച്ചാൽ അവരെന്താ അവിടെ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുലഫാഉർ റാഷിദുകളും ഇവിടെ ഈ കാണിച്ചു തന്ന മാതൃക കാണിച്ചു തന്ന ലോക ചരിത്രത്തിൽ ഏറ്റവും മാതൃകാപരമായ ഒരു രാഷ്ട്രീയ ഭരണ വ്യവസ്ഥ മോശമാണെന്നാണോ ഇവർ പറയുന്നത്? ഇന്ത്യയിൽ അത് വരണം എന്ന് ആരെങ്കിലും ലക്ഷ്യം വെക്കുന്നത് ഒരു മുസ്ലിം ബുദ്ധിയുള്ള ഒരാൾ പറയോ? ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ട ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പോലും കിട്ടാൻ വേണ്ടിയിട്ട് അവർ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ പുറപ്പെടുക, ബുദ്ധി ഉണ്ടെങ്കിൽ ഒരുത്തൻ അത് ചെയ്യോ? ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി ആ പ്രവർത്തിക്കുന്നതെന്ന് പറയോ? അങ്ങനെ പ്രവർത്തിച്ചാൽ അതിൻ്റെ വിജയസാധ്യത എത്ര ഉണ്ട്? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ എങ്ങനെയെങ്കിലും വിമർശിക്കണം. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ജമാഅത്തിനെ അപഹസിച്ച് ആക്ഷേപിച്ച് ഇല്ലാതാക്കണം. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടണം. അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത്. ഓരോ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും, മതമുള്ളവനും മതമില്ലാത്തവനും, അവൻ്റേതായ ചിന്തയും അവൻ്റെ ബോധ്യവുമൊക്കെ അനുസരിച്ച് അവന് ഞാൻ ഇന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. നിയമപരമായിരിക്കണമെന്നേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിൽ നിയമപരമായ രൂപത്തിലായിരിക്കണം ആ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്നാണ്. അങ്ങനെ വിജയിക്ക് പറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അവർ ഇന്ത്യൻ ഡെമോക്രസി ഒന്നല്ല അവരുടെ ഭാവന, അവർ കമ്മ്യൂണിസമാണ്. അവർ ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ 70 കൊല്ലം ആകെ നിലനിന്നത്. അതിനെ കല്ലെറിഞ്ഞ് അതിൻ്റെ സ്ഥാപകരെ തന്നെ നടു റോട്ടിൽ വെച്ച് കല്ലെറിഞ്ഞ് അടിച്ച് പൊടിച്ച് തകർക്കുന്നത് ചിത്രം ടി വിയിൽ നമ്മൾ കണ്ടല്ലേ. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനൊന്നും ഇല്ല. മാത്രമല്ല ലോക മുസ്ലിങ്ങൾ പല ഭാഗത്തും, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള അറബ് മുസ്ലിം രാജ്യങ്ങളിൽ അവരിന്നും ഉമറിൻ്റെയും അബൂബക്കറിൻ്റെയും ഒക്കെ ആ ഭരണം, ആ രാഷ്ട്രീയ വ്യവസ്ഥയാണ്, അത് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം അത്രമാത്രം ജനക്ഷേമകരമായിരുന്നു. ജീവകാരുണ്യം അതുപോലൊന്നും കാണൂല. യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ഒരാട്ടിൻകുട്ടി വിശന്നു ചത്താൽ ഉമർ അതിന് മറുപടി പറയേണ്ടി വരും എന്ന് അന്നത്തെ ഖലീഫ പ്രഖ്യാപിച്ചെങ്കിൽ, അത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആർക്കാണ് അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ വ്യവസ്ഥയെ വെറുക്കാൻ കഴിയുക? ഇസ്ലാം വിമർശകർ വിമർശിച്ചാലും എതിർത്താലും ഒരു മുസ്ലിം എങ്ങനെയാണ് വിമർശിക്കുക? അവൻ ആരോടാണ് അവൻ്റെ വിമർശനം? അപ്പോൾ അവിടെ പുറത്ത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു മതരാഷ്ട്രവാദം എന്നില്ല. അങ്ങനെ ഒരു ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക, ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുക, അങ്ങനെ പരിവർത്തിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിക്കില്ല. ഉണ്ട് എന്നത് ആരോപണമാണ്. ഏതെങ്കിലും ഒരു മുസ്ലിമിന് അങ്ങനെ ഒരു ആഗ്രഹവും അങ്ങനെ ഒരാൾ പറയുകയും ചെയ്താൽ അങ്ങനെ പറയാൻ പാടില്ല എന്നതാണോ? അത് പാടില്ല എന്നതാണോ? അതിന് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ല എന്നാണോ? അത് വിമർശകർ പറയേണ്ടതാണ്. അതുകൊണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ വെച്ച് വിമർശിക്കുന്നു. ഇനി ആളുകൾക്ക് അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ തന്നെ അങ്ങനെ പറയാൻ പാടില്ലാത്ത ഒരു രാജ്യത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി വിമർശകർ പറയേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിൽ രാഷ്ട്രവും രാഷ്ട്രീയവും ഒക്കെ ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? എന്തുകൊണ്ടാണ്? ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് അടുത്ത സംസാരത്തിൽ വിശദീകരിക്കും.